കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ കേരളത്തിൽ തിരിച്ചടി ഉണ്ടാകുമെന്ന വലിയ ആശങ്കയിൽ ബി.ജെ.പി. പ്രതിഷേധം ശക്തമായതോടെ കന്യാസ്ത്രീകൾക്ക് നീതി ഉറപ്പാക്കുമെന്ന് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. അതേസമയം ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി മതപരിവർത്തനം നടത്തിയെന്ന് പറഞ്ഞതിൽ ഉരുണ്ടുകളിക്കുകയാണ് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ. അവിടെ മതപരിവർത്തനം നടക്കുന്നുണ്ടെന്നും എന്നാൽ അറസ്റ്റ് ആയ കന്യാസ്ത്രീകൾ അതിനുവേണ്ടി പോയതല്ലെന്നും ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ. വിവരങ്ങളുമായി ഇപ്പോൾ സ്വാതി സന്തോഷ് ചേരുന്നു. സ്വാതി, ഛത്തീസ്ഗഡിലെ വലിയ വിഷയമാണ് മതപരിവർത്തനം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ആശങ്ക മറികടക്കാനുള്ള ബി.ജെ.പിയുടെ ആശങ്ക മറികടക്കാനുള്ള നീക്കം യഥാർത്ഥത്തിൽ നടത്തുന്നത്. എന്നിട്ട് ബജ്രംഗ് ദൾ സ്വതന്ത്ര സംഘടനയാണ് എന്നുവരെയും വാദിക്കുന്നുണ്ട് രാജീവ് ചന്ദ്രശേഖർ. എന്തൊക്കെയാണ് രാജീവ് ചന്ദ്രശേഖർ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞത്? അജിംഷാദ്, ഈ കന്യാസ്ത്രീമാരുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോടൊക്കെയും പ്രതികരിക്കവേ ഈ കന്യാസ്ത്രീമാർക്ക് നീതി ഉറപ്പാക്കാൻ തങ്ങൾ പ്രയത്നിക്കുന്നു എന്ന് വരുത്തി തീർക്കുവാനുള്ള പ്രതികരണമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. ഈ ഛത്തീസ്ഗഡിൽ നടന്ന സംഭവവുമായി ബന്ധപ്പെട്ട് പറയുന്നത് അവിടെ ഛത്തീസ്ഗഡ് ഉൾപ്പെടെയുള്ള വിവിധ സംസ്ഥാനങ്ങളിൽ മതപരിവർത്തനം വലിയ പ്രധാന പ്രശ്നമായി നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അത്തരം നിയമങ്ങൾ ആ സംസ്ഥാനങ്ങളിൽ നിലവിലുള്ളത്. എന്നാൽ ഈ കന്യാസ്ത്രീമാർ മതപരിവർത്തനം നടത്തിയിട്ടില്ല, മനുഷ്യക്കടത്ത് നടത്തിയിട്ടില്ല എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല, മതപരിവർത്തന നിരോധന നിയമം കോൺഗ്രസ് കൊണ്ടുവന്നതാണ്. സിസ്റ്റർമാർ എന്താണ് അവിടെ ചെയ്തത് എന്ന് സംബന്ധിച്ച വിശദാംശങ്ങൾ താനിപ്പോൾ അത് സംബന്ധിച്ചുള്ള പ്രതികരണമൊന്നും നടത്തുന്നില്ല. എന്നാൽ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ള പ്രസ്താവനയും അദ്ദേഹം പിന്തുണയ്ക്കുകയാണ് ചെയ്തത്. മതപരിവർത്തനം പല ഘട്ടങ്ങളിലും അവിടെ നടക്കുന്നത് കൊണ്ടാണ് അത്തരത്തിലൊരു ആശങ്ക അല്ലെങ്കിൽ ഒരു മിസ്കമ്മ്യൂണിക്കേഷൻ അവിടെ ഉണ്ടായത്. ആശയവിനിമയത്തിൽ വന്നൊരു പ്രശ്നമാണ് ഇത്തരം അറസ്റ്റിലേക്ക് പോയത്. എന്നാൽ അവിടെ ഈ കന്യാസ്ത്രീമാർ മതപരിവർത്തനമോ അതോടൊപ്പം മനുഷ്യക്കടത്തോ നടത്തിയിട്ടില്ല എന്ന് ബോധ്യപ്പെട്ടു എന്നുള്ള കാര്യമാണ് ഇദ്ദേഹം ഈ വിഷയത്തെ ന്യായീകരിച്ചുകൊണ്ടും അതോടൊപ്പം തന്നെ കന്യാസ്ത്രീകൾക്കൊപ്പമാണ് ബി.ജെ.പി. നിലകൊള്ളുന്നത് എന്ന് വരുത്തി തീർക്കുവാനുള്ള തരത്തിലുള്ള പ്രതികരണം അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ഈ ദുർഗിൽ എത്തിയ കന്യാസ്ത്രീമാർ എന്തു ചെയ്തു എന്നുള്ള വിശദാംശം താൻ പറയാൻ തയ്യാറല്ല, ഇപ്പോൾ പറയുന്നില്ല. പക്ഷേ മതപരിവർത്തന ശ്രമം നടന്നു എന്നത് തെറ്റാണ് എന്ന് തെളിയിക്കുന്നുണ്ട്. ദുർഗിൽ തീർച്ചയായും. പക്ഷേ കന്യാസ്ത്രീമാരെ ആ ദുരൂഹതയിൽ നിലനിർത്തുന്ന തരത്തിലേക്കാണ് രാജീവ് ചന്ദ്രശേഖരന്റെ വർത്തമാനങ്ങൾ. കാരണം ഇപ്പോൾ പറയുന്നില്ല അവരെന്തിനാണ് അവിടെ പോയതെന്ന് എന്നതടക്കമുള്ള കാര്യങ്ങൾ. ഒപ്പം ബജ്രംഗ് ദളിനെ ന്യായീകരിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള പറച്ചിലുകളാണ് രാജീവ് ചന്ദ്രശേഖരന്റെ ഭാഗത്തുനിന്നുണ്ടായത്. അതേസമയം ഛത്തീസ്ഗഡിലെ ഈ മലയാളി കന്യാസ്ത്രീകൾക്ക് വേണ്ടി അവിടെ CPIM-ൻ്റെ അടക്കം ഇടത് MP-മാരും മറ്റ് നേതാക്കന്മാരും ഒക്കെ അവിടെ എത്തിയിട്ടുണ്ടല്ലോ. സ്വാതി സന്തോഷ്, അതിൻ്റെ വിവരങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും ഈ കന്യാസ്ത്രീമാരുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട വലിയ പ്രതിഷേധങ്ങൾ ഇതിനോടകം തന്നെ ഉയരുന്നുണ്ട്. പാർലമെന്റിലടക്കം ഇടത് MP-മാർ ഈ വിഷയം ചൂണ്ടിക്കാണിച്ചതുമാണ്. അക്കാര്യം കൂടുതൽ അതിന്റെ വിശദാംശങ്ങൾ അതോടൊപ്പം തന്നെ കന്യാസ്ത്രീയുടെ മോചനവുമായി ബന്ധപ്പെട്ട കൂടുതൽ ഇടപെടലിന്റെ ഭാഗമായി തന്നെയാണ് ഇന്ന് ബൃന്ദ കാരാട്ട് ഉൾപ്പെടെയുള്ള ബൃന്ദ കാരാട്ടിന്റെ നേതൃത്വത്തിലുള്ള ഇടത് സംഘം ഇന്ന് ഛത്തീസ്ഗഡിലേക്ക് തിരിച്ചിട്ടുള്ളത്. 12:30-ഓടെയാണ് ദില്ലിയിൽ നിന്നും ഇവർ പുറപ്പെട്ടുള്ളത്. സംഘത്തിൽ അഞ്ചംഗങ്ങളാണ് സംഘത്തിലുള്ളത്. ബൃന്ദ കാരാട്ടിനോടൊപ്പം K. രാധാകൃഷ്ണൻ MP, A. റഹീം, അതോടൊപ്പം ജോസ് കെ മാണി, P. സുനീർ ഉൾപ്പെടെയുള്ള അംഗങ്ങളാണ് MP-മാരാണ് ഈ സംഘത്തോടൊപ്പം സഞ്ചരിക്കുന്നത്. എന്തായാലും അവിടെ എത്തിക്കൊണ്ട് ഈ കന്യാസ്ത്രീമാരെ ഉൾപ്പെടെ കാണുവാനുള്ള ഒരു ശ്രമം തങ്ങൾ നടത്തുമെന്നുള്ളതാണ് ഇപ്പോൾ MP-മാർ ഇവിടെ നിന്നും പുറപ്പെടുന്നതിന് മുമ്പായി നൽകിയ പ്രതികരണത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ നിയമത്തിന്റെ മറവിൽ വലിയ തരത്തിലുള്ള ഈ മതന്യൂനപക്ഷ വേട്ട നടക്കുന്നുണ്ട്. അത്തരത്തിൽ ഒരു അക്രമങ്ങളും അംഗീകരിക്കാൻ കഴിയില്ല. ഇതിനായി ശക്തമായ പ്രതിഷേധം ഉയർന്നു വരണമെന്ന ആവശ്യമാണ് ഇടതുപക്ഷം മുന്നോട്ട് വെക്കുന്നത്. അജിംഷാദ്. ശരി സ്വാതി സന്തോഷാണ് വിവരങ്ങൾ വിശദാംശങ്ങൾ നൽകിയത്.